നമസ്കാരം. എല്ലാവരും ഉറ്റുനോക്കുകയാണ് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇനി ദിവസങ്ങൾ മാത്രമേ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളൂ. നിരവധി സസ്പെൻസുകൾ നിറഞ്ഞതാണ് ദില്ലിയിലെ പ്രചാരണങ്ങളും. ഇതിനിടയിൽ ദില്ലിയിൽ BJP പ്രവർത്തകർക്ക് മോദിയുടെ ചലഞ്ച്. എല്ലാ ബൂത്തുകളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 50% വോട്ട് കൂട്ടണം. ദില്ലിയിലെ ദുരവസ്ഥ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എല്ലാ ബൂത്ത് ഏജന്റുമാർക്കും പ്രവർത്തകർക്കും വലിയ ഉത്തരവാദിത്വമാണ് ഈ കാര്യത്തിൽ നിർവഹിക്കാനുള്ളതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകർക്ക് നൽകിയ നിർദ്ദേശം എന്ന് പറയുന്നത് 370% വോട്ട് നേടണമെന്നായിരുന്നു. ജമ്മു കശ്മീരിൽ ആർട്ടിക്കിൾ 370 അനുച്ഛേദം റദ്ദാക്കിയത് കാണിച്ചാണ് 370 വോട്ട് ശതമാനം അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നത്. ദില്ലിയിലെ മാലിന്യ കൂമ്പാരങ്ങൾ ചിത്രങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കണം തുടങ്ങി നിരവധി പദ്ധതികളാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ആം ആദ്മി സർക്കാരിനെതിരെ പോരാട്ടം ശക്തമാക്കിയിരിക്കുകയാണ് BJP. അതേസമയം ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വാഗ്ദാനങ്ങളുമായി BJPയുടെ പ്രകടന പത്രിക ഇതിനോടകം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. എല്ലാ വനിതകൾക്കും മാസം 2500 രൂപ ഉറപ്പു നൽകുന്ന മഹിളാ സമൃദ്ധി യോജനയാണ് BJPയുടെ വാഗ്ദാനങ്ങളിൽ പ്രധാനം. അധികാരത്തിലെത്തിയാൽ പാചകവാത സിലിണ്ടറിന് 500 രൂപ സബ്സിഡി നൽകുന്നതിനൊപ്പം ഹോളിക്കും ദീപാവലിക്കും ഓരോ സിലിണ്ടർ സൗജന്യമായി നൽകും. ഗർഭിണികൾക്ക് 21,000 രൂപ ധനസഹായം. 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 10 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ്. 70 വയസ്സ് കഴിഞ്ഞവർക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള പെൻഷൻ 3000 രൂപയാകും എന്നിങ്ങനെ നീളുന്നു സങ്കൽപത്രികയിലെ വാഗ്ദാനങ്ങൾ. AIP സർക്കാർ ആരംഭിച്ച മൊഹല്ല ക്ലിനിക്കുകൾ അടച്ചുപൂട്ടുമെന്നും നിലവിലെ സൗജന്യങ്ങൾ തുടരുമെന്നും പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് ദേശീയ അധ്യക്ഷൻ JP നദ്ദ പറഞ്ഞിരുന്നു. കൂടാതെ ഓരോ ദിവസവും പുലിവാല് പിടിക്കുന്ന കെജ്രിവാളിനെ മുൻനിർത്തി പാർട്ടി നേരിടാൻ പോകുന്നത് വൻ പരാജയമാകുമെന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും ഇപ്പോൾ വരുന്നുണ്ട്. രാമായണ കഥ ഉദ്ധരിച്ച് BJPയെ കടന്നാക്രമിക്കാനുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ശ്രമം പാളിപ്പോയതൊക്കെ വാർത്തകളിലൂടെ നമ്മൾ കണ്ടതാണ്. സീതയെ തട്ടിക്കൊണ്ടുപോയ കഥാഭാഗത്തിൽ മാരീചനു പകരം രാവണൻ എന്ന് പരാമർശിച്ചതാണ് ഇദ്ദേഹത്തിന് വിനയായത്. സനാതനധർമ്മത്തെ കെജ്രിവാൾ അപമാനിച്ചെന്നും തെരഞ്ഞെടുപ്പ് ഹിന്ദുവാണ് കെജ്രിവാൾ എന്ന് BJP ആരോപിച്ചിരുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.